നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2.4 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളുടെ വിതരണം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. വിവിധാവശ്യങ്ങൾ ഉന്നയിച്ച് കയർ ഫാക്ടറി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പണിമുടക്കും സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ആന്റി മൈക്രോബിയൽ വാരാചരണത്തിന് ആലപ്പുഴ വനിതാ ശിശുആശുപത്രിയിൽ തുടക്കമായി. സ്ഥാപനതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യക്ഷയായി. അമ്പലപ്പുഴ നീർക്കുന്നം ജനസേവനി ഗ്രന്ഥശാലയ്ക്ക് H. സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പ്രോജക്ടിന്റെ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവും നടത്തി. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 20, 21 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. വാർത്തകൾ വിശദമായി. പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2.4 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളുടെ വിതരണം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 19 പേർക്ക് വീൽ ചെയർ, വാക്കിംഗ് സ്റ്റിക്ക്, തെറാപ്പി മാറ്റ്, ഹിയറിംഗ് എയ്ഡ് തുടങ്ങി 2.4 ലക്ഷത്തോളം രൂപയുടെ വിവിധ ഉപകരണങ്ങളാണ് വിതരണം ചെയ്തത്. H. സലാം MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഗവൺമെന്റ് കേവലമായി നിഷ്കർഷിക്കപ്പെടുന്ന സ്കീം മാത്രമല്ലാതെ ആ നിഷ്കർഷ പാലിച്ചുകൊണ്ട് തന്നെ അതിനേക്കാൾ കൂടുതൽ പ്രത്യേക സഹായം കൊടുക്കേണ്ട ജനവിഭാഗത്തെ കാണുകയും അതിനുവേണ്ടി ഗവൺമെന്റ് നിഷ്കർഷിക്കുന്ന നിശ്ചിതമായ ശതമാനത്തേക്കാൾ കൂടുതൽ പണം ഇങ്ങനെയെല്ലാമുള്ള സ്കീമിന് വേണ്ടി മാറ്റിവെക്കുകയും ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് നമ്മുടെ പട്ടണത്തിൽ പുറക്കാട് ഗ്രാമപഞ്ചായത്ത് എന്ന് പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അത് ഞാൻ പ്രത്യേകമായി ഈ സന്ദർഭത്തിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. അങ്ങനെ പരിഗണിക്കാൻ പറ്റുന്നത് ജനങ്ങളോട് ചേർന്ന് അങ്ങനെ നിൽക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളുടെ അത്തരം പ്രയാസങ്ങളെ കാണുന്ന ഏറ്റവും സാധാരണ മനുഷ്യന്റെയും പ്രയാസം പേര് ജീവിക്കുന്ന മനുഷ്യരുടെ എല്ലാം പ്രയാസങ്ങളെ കാണാനും പരിഹരിക്കാനും. പഞ്ചായത്ത് പ്രസിഡന്റ് S. സുദർശനൻ ചടങ്ങിൽ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് VS മായാദേവി, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് VS ജിനുരാജ്, K. രാജീവൻ, പ്രിയ അജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ G. വേണുഗോപാൽ, R. ഉണ്ണി, ICDS സൂപ്പർവൈസർ സന്ധ്യ വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. വിവിധാവശ്യങ്ങൾ ഉന്നയിച്ച് കയർ ഫാക്ടറി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പണിമുടക്കും സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ AITUC, INTUC, BMS, UTUC, TUCI എന്നീ യൂണിയനുകളിൽപ്പെട്ട കയർ ഫാക്ടറി തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ മാസം 19-ന് ഉച്ച മുതൽ പണിമുടക്കി ആലപ്പുഴ സുഗതൻ സ്മാരകത്തിൽ വെച്ച് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തുമെന്ന് വിവിധ സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലെ കയർ ഫാക്ടറി തൊഴിലാളികൾ വലിയൊരു പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. അടിയന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിരവധി തവണ ഗവൺമെൻറ്റിന് മുന്നിലും കയറ്റുമതി മുതലാളിമാരുടെ മുന്നിലും നിവേദനങ്ങൾ സമർപ്പിച്ചിട്ടും ശാശ്വതമായ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ശക്തമായൊരു പ്രക്ഷോഭം സംഘടിപ്പിക്കണമെന്ന് സംയുക്തമായി തീരുമാനിച്ചത്. നേരത്തെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 29-ാം തീയതി ഞങ്ങളെല്ലാവരും കൂടെ ഈ രംഗത്തുള്ളത് AITUC, INTUC, BMS, UTUC, TUCI, CITU ഈ യൂണിയനുകളാണ് കയർ ഫാക്ടറി മേഖലയിൽ ഉള്ളത്. അതിൽ ഈ എല്ലാ യൂണിയനും കൊണ്ട് ചേർന്നുകൊണ്ട് 29-ാം തീയതി സംയുക്തമായി തീരുമാനിച്ച് കയർ ഫാക്ടറി മേഖലയിൽ നടക്കുന്ന കയറ്റുമതിക്കാരാണ്. അവർക്ക് ശേഖരമായ കോടാനുകോടി രൂപ വിദേശ നാണ്യം നേടി കൊടുക്കുമ്പോഴും ഈ വ്യവസായത്തിലെ തൊഴിലാളികളെ ആവശ്യമായ നിലപാട് സ്വീകരിക്കുവാനോ തൊഴിലാളിക്ക് സ്ഥിരം ജോലി കൊടുക്കുവാനോ തൊഴിലാളിയുടെ ആരോഗ്യ പരിപാലനത്തിനുള്ള കാര്യം ചെയ്യുവാനും ഒക്കെ ചെയ്യുന്നില്ല. കയർ ഫാക്ടറി മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും ഫാക്ടറിയിൽ സ്ഥിരപ്പെടുത്തുക, CIRC തീരുമാനപ്രകാരമുള്ള കൂലിയും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാ സ്ഥാപനങ്ങളിലും നടപ്പിലാക്കുക, തൊഴിൽ നിയമങ്ങൾ നടപ്പിലാക്കാത്ത കയർ ഫാക്ടറികൾ പരിശോധിക്കുന്നതിന് എൻഫോഴ്സ് സംവിധാനം ശക്തിപ്പെടുത്തുക, കയർ ഫാക്ടറി മേഖലയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുക, അംശാദായ വർധനവിന് ആനുപാതികമായി കയർ ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങളും അവശത പെൻഷനും ഉടനെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരപ്രഖ്യാപന കൺവെൻഷൻ ചേരുന്നത്.
സമരപ്രഖ്യാപന കൺവെൻഷൻ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് ഉദ്ഘാടനം ചെയ്യും. AK രാജൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. AK രാജൻ, PV സത്യനേശൻ, B രാജശേഖരൻ, CS രമേശൻ, സലീം ബാബു, MD സുധാകരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ആന്റി മൈക്രോബിയൽ വാരാചരണത്തിന് ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ തുടക്കമായി. സ്ഥാപനതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യക്ഷയായി. ആന്റിബയോട്ടിക്കുകളുടെ ക്രമമല്ലാത്ത ഉപയോഗവും ഉപയോഗിച്ച ശേഷമുള്ളവ ഉപേക്ഷിക്കുക വഴി പ്രകൃതിക്കും ജീവജാലങ്ങൾക്കുമുണ്ടാകുന്ന പ്രതിരോധശേഷി വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വാരാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സ്ഥാപനതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. സമൂഹത്തിന് കേരളം പോലുള്ള സ്റ്റേറ്റ് എടുത്താൽ മെഡിക്കൽ ബിസിനസ് ഏറ്റവും നന്നായി നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. അതിൽ ആന്റിബയോട്ടിക് ഉൾപ്പെടെയുള്ള മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നവരുടെ ഒരു അളവ് നോക്കിയാൽ നന്നായി ഉയർന്നു നിൽക്കുന്ന സ്റ്റേറ്റാണ്. നന്നായി ഉയർന്നു നിൽക്കുന്നത് ഒരുപാട് രോഗികളിലായി നിറഞ്ഞ ഒരു നാടാണ് കേരളം എന്നുള്ളതുകൊണ്ടല്ല. അല്ല, ഇതര സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രോഗികളുടെ എണ്ണം കൂടിയതുകൊണ്ടല്ല ഈ ബിസിനസ് കൂടുതലായി കേരളം നടക്കുന്നത്. നമ്മുടെ സൊസൈറ്റിക്ക് ആരോഗ്യകാര്യത്തിൽ ഒരു പ്രാധാന്യം കൽപ്പിക്കുന്ന സൊസൈറ്റിയാണെന്നുള്ളതുകൊണ്ടാണ്. നല്ല അറ്റൻഷൻ കൊടുക്കുന്ന സൊസൈറ്റിയാണ്. നമുക്കൊരു ചെറിയ രോഗം വന്നാൽ പോലും നമ്മൾ ഡോക്ടറെ കാണുകയും മരുന്ന് വാങ്ങുകയും അതിലൊരു 90% നമ്മൾ ഡോക്ടർ സജസ്റ്റ് ചെയ്യപ്പെടുന്ന അത്രയും അളവിൽ മരുന്ന് കഴിക്കുകയും ചെയ്യും. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ആലപ്പുഴ ബ്രാഞ്ചിന്റെ സഹകരണത്തോടെ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടത്തിയ വാരാചരണ പരിപാടിയിൽ വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ അധ്യക്ഷയായി. ADM ആശ C. എബ്രഹാം, ജില്ലാ ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ I. ചിന്ത, IMA സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ R. മദനമോഹനൻ നായർ, IMA സെക്രട്ടറി ഡോക്ടർ AP മുഹമ്മദ്, സെക്രട്ടറി ഡോക്ടർ KP ദീപ, ടെക്നിക്കൽ അസിസ്റ്റന്റ് KS രാമൻ, ജില്ലാ മെന്റർ ഉണ്ണി അഹമ്മദ്, നഴ്സിംഗ് സൂപ്രണ്ട് നിർമ്മല അഗസ്റ്റിൻ എന്നിവർ സംസാരിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി ചടങ്ങിന് സ്വാഗതവും IMA മുൻ പ്രസിഡന്റ് ഡോക്ടർ മനീഷ് നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടന യോഗത്തെ തുടർന്ന് AMR ജില്ലാ നോഡൽ ഓഫീസർ ഡോക്ടർ ശാന്തി സുരേഷ് ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. അമ്പലപ്പുഴ നീർക്കുന്നം ജനസേവിനി ഗ്രന്ഥശാലയ്ക്ക് H. സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പ്രോജക്ടിന്റെ ഉദ്ഘാടനവും എൻഡോവ്മെന്റ് വിതരണവും നടത്തി. അമ്പലപ്പുഴ നീർക്കുന്നം ജനസേവിനി ഗ്രന്ഥശാലയ്ക്ക് H. സലാം MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പ്രോജക്ടിന്റെ ഉദ്ഘാടനവും ഗ്രന്ഥശാലയുടെ ആദ്യകാല പ്രവർത്തകരായിരുന്ന D. മുരളീധരൻ, G. ശശിധരൻ പിള്ള എന്നിവരുടെ സ്മരണാർത്ഥമുള്ള എൻഡോവ്മെന്റ് വിതരണവും നടത്തി. H. സലാം MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മതനിരപേക്ഷമായ കേന്ദ്രമായി നിലനിർത്താൻ പറ്റുന്നത് ഗ്രന്ഥശാലകളെയും വിദ്യാലയങ്ങളുമാണ്. വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞാൽ ചെറിയ സ്കൂളുകൾ അല്ലെങ്കിൽ താഴ്ന്ന ക്ലാസ്സിലെ വിദ്യാലയങ്ങൾ മാത്രമേ ഇപ്പം അങ്ങനെ പരിഗണിക്കാൻ പറ്റൂ. പ്രൊഫഷണൽ കോളേജ് നോക്കിയാൽ അതല്ല. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നമ്മുടെ സമീപത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊഫഷണൽ കോളേജാണ്. നമ്മൾ LP സ്കൂളിൽ പോയിരുന്നാൽ അല്ലെ UP സ്കൂളിൽ പോയിരുന്നാൽ അവിടെ നമ്മൾ പോയി കൂട്ടുകൂടുന്നത് ഒരുമിച്ചിരിക്കുന്നത് ജാതിയോ മതമോ നോക്കി ഇങ്ങനെയൊന്നുമല്ല. പക്ഷെ പ്രൊഫഷണൽ കോളേജുകൾ ചിലത് നോക്കിയാൽ അവിടെയെല്ലാം ഞാൻ ഈ പറഞ്ഞ മതനിരപേക്ഷമായി ഇങ്ങനെ കൂടിച്ചേരുന്നതിനേക്കാൾ കൂടുതലായി കാണുന്നൊരു കാര്യം. ഗ്രന്ഥശാല ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പ്രസിഡന്റ് H. സുബൈർ അധ്യക്ഷനായി. നോവലിസ്റ്റ് രാജു കഞ്ഞിപ്പാടം, ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി അനിൽ വെള്ളൂർ, ഭരണസമിതി അംഗങ്ങളായ ശ്രുതി, അഡ്വക്കേറ്റ് രാജേഷ്, ബാബുരാജ്, K. ജയദേവൻ, ലൈബ്രറിയൻ സ്മിത രമണൻ, D. മുരളീധരൻ, G. ശശിധരൻ പിള്ള എന്നിവരുടെ കുടുംബാംഗങ്ങൾ സംസാരിച്ചു. ഗ്രന്ഥശാല സെക്രട്ടറി M. നന്ദകുമാർ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 20-21 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 20-21 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ്റെ 38ാം സംസ്ഥാന സമ്മേളനം വരുന്ന 20-21 തീയതികളിൽ ആലപ്പുഴയിൽ വെച്ച്
ചേരുകയാണ്. സംഘടന ജോയിൻറ്റ് കൗൺസിലിൻ്റെ അംഗസംഘടനകൾ പ്രമുഖമായിട്ടുള്ള ഒരംഗസംഘടനയാണ്. മൃഗസംരക്ഷണ വകുപ്പിലെ സാങ്കേതിക വിഭാഗം ജീവനക്കാർ ഒഴികെയുള്ള 2686 ജീവനക്കാരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘടനയാണ്. കേരളത്തിലെ ഗ്രാമീണ സമ്പദ്ഘടനയിൽ ജനജീവിതവുമായി ഏറ്റവും അധികം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണ് മൃഗസംരക്ഷണം. ആലപ്പുഴ ജെൻഡർ പാർക്ക് ഓഡിറ്റോറിയത്തിലെ VRB നാമോൾ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിന്റെ ഭാഗമായി വിളംബര ജാഥ, സാംസ്കാരിക സമ്മേളനം, പ്രതിനിധി സമ്മേളനം, യാത്രയയപ്പ് സമ്മേളനം എന്നിവയും നടക്കും. മുൻ കൃഷി വകുപ്പ് മന്ത്രിയും CPI സംസ്ഥാന അംഗവുമായ മുല്ലക്കര രത്നാകരൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കവി കുരീപ്പുഴ ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തും. 21 രാവിലെ 10 നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്യും. A. ഗ്രേഷ്യസ്, A. ഉമാദേവി, G. ജയൻ, K. ശുഭ, VS സൂരജ്, M. അനിൽകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുറക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. 2.4 ലക്ഷം രൂപയുടെ ഉപകരണങ്ങളുടെ വിതരണം അമ്പലപ്പുഴ MLA H. സലാം ഉദ്ഘാടനം ചെയ്തു. വിവിധാവശ്യങ്ങൾ ഉന്നയിച്ച് കയർ ഫാക്ടറി സംയുക്ത സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ പണിമുടക്കും സമരപ്രഖ്യാപന കൺവെൻഷനും നടത്തുമെന്ന് സംയുക്ത സമരസമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആന്റി മൈക്രോബിയൽ വാരാചരണത്തിന് ആലപ്പുഴ വനിതാ ശിശുആശുപത്രിയിൽ തുടക്കമായി. സ്ഥാപനതല ഉദ്ഘാടനം H. സലാം MLA നിർവഹിച്ചു. വാർഡ് കൗൺസിലർ പ്രഭ ശശികുമാർ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അധ്യക്ഷയായി. അമ്പലപ്പുഴ നീർക്കുന്നം ജനസേവിനി ഗ്രന്ഥശാലയ്ക്ക് H. സലാം MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പ്രോജക്ടിന്റെ ഉദ്ഘാടനവും എൻഡോമെന്റ് വിതരണവും നടത്തി. കേരള ആനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ 38ാമത് സംസ്ഥാന സമ്മേളനം ഈ മാസം 20, 21 തീയതികളിലായി ആലപ്പുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം പറഞ്ഞത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.